എവറസ്റ്റ് കീഴടക്കി മലയാളികൾക്ക് തന്നെ അഭിമാനമായിരിക്കുകയാണ് മഞ്ചേരി സ്വദേശി സുഹറ. എവറസ്റ്റ് കീഴടക്കിയ മൂന്നാമത്തെ മലയാളി വനിതയായി മാറിയിരിക്കുകയാണ് സുഹറ. ഒപ്പം ഈ വർഷം നേട്ടം സ്വന്തമാക്കുന്ന ആദ്യ മലയാളിയും. സ്കൂൾ പഠനകാലം മുതൽ തന്നെ കായിക മേഖലയോടും ട്രെക്കിങ്ങിനോടും താല്പര്യം പ്രകടിപ്പിച്ച സുഹറ വിവാഹശേഷവും അമ്മയായപ്പോഴും പുതിയ ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും നെഞ്ചിലേറ്റി. എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ സുഹറ 2017 മലകളോട് മല്ലയുദ്ധം പ്രഖ്യാപിച്ചത്. ഭർത്താവ് സിറാജിന്റെ നാടായ വയനാട്ടിലെ മലനിരകളുമായായിരുന്നു പ്രചോദനം. വയനാട് അനുഭവം വലിയ ഉയരങ്ങൾ തേടാനുള്ള ആവേശം സമ്മാനിച്ചു. എഞ്ചിനീയറായ ഭർത്താവ് സിറാജിനൊപ്പം ബാംഗ്ലൂരുവിൽ താമസമാക്കിയതോടെ പർവ്വതാരോഹണ പരിശീലനങ്ങൾ കൂടുതൽ സജീവമായി. 8848.8 മീറ്റർ ഉയരമാണ് സുഹറ കീഴടക്കിയത്. ആധുനിക സാങ്കേതികതയും ഉപകരണങ്ങളും ദൗത്യത്തെ ശാസ്ത്രീയമായി ഏറ്റെടുക്കാൻ സഹായകമാക്കുന്നുണ്ടെങ്കിലും കാലാവസ്ഥയുടെ അസ്വാഭാവികത മുമ്പത്തേക്കാൾ എവറസ്റ്റ് ദൗത്യത്തെ കഠിനമാക്കുന്നുവെന്ന് സുഹറ പറയുന്നു. തനിക്കും യാത്രക്കിടയിൽ ഇത്തരം ഒട്ടേറെ വെല്ലുവിളികളുണ്ടായതായി സുഹറ പറഞ്ഞു. ക്യാമ്പ് 1 കുംഭു ഹിമനദി കടക്കേണ്ടതുണ്ടെന്നും അവിടെ വലിയൊരു മഞ്ഞുകട്ട ട്രെക്കിംഗ് ബുദ്ധിമുട്ടുണ്ടാക്കിയെന്നും തുടർന്ന് ഒരാഴ്ചയോളം ബേസ് ക്യാമ്പിൽ കുടുങ്ങിയെന്നും കഴിഞ്ഞ സമ്മിറ്റ് സീസണിൽ എവറസ്റ്റ് ആരോഹണത്തിലെ അവസാനഘട്ടമായ ക്യാമ്പ് 4 നിൽക്കെ മോശം കാലാവസ്ഥ കാരണം തിരിച്ചിറങ്ങേണ്ടി വന്നുവെന്നും സുഹറ പറയുന്നു. പക്ഷെ അതിനു മുന്നേ തന്നെ ഒരു 2021 എവറസ്റ്റ് സ്പേസ് ക്യാമ്പിൽ ഒരു കാലാപത്രം എന്നുള്ളൊരു പോയിന്റിൽ ഞാൻ ഫസ്റ്റ് എവറസ്റ്റിന്റെ മുകളിൽ ഒരു സൺറൈസ് കണ്ടു. അവിടെ നിന്നാണ് ഇതിനൊക്കെ തുടക്കം. അവിടെ നിന്നാണ് ആലോചന വരുന്നത്, ഓക്കെ ഇത്രയും ഭംഗിയുള്ള സൺറൈസ് ഇവിടുന്ന് എനിക്ക് കാണാൻ പറ്റുമെങ്കിൽ കുറച്ചും കൂടെ ഹൈറ്റിൽ നിന്ന് അതല്ലെങ്കിൽ എവറസ്റ്റിന്റെ മുകളിൽ അതിനേക്കാളും ഭംഗിയായിരിക്കും എന്നുള്ള മനസ്സിലൊരു തോട്ട് വന്നത് അങ്ങനെയാണ്. അതിനുശേഷമാണ് ക്ലൈംബിങ്ങിലോട്ട് മെല്ലെ സ്വിച്ച് ചെയ്ത് അത് സ്കിൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങിയത്. ഈ വർഷം എലൈറ്റ് എക്സിപെഡിഷൻ ഏജൻസിക്കൊപ്പമായിരുന്നു സുഹറയുടെ യാത്ര. നേപ്പാൾ ഭാഗത്തുകൂടി ഒറ്റ ദിവസം കൊണ്ടാണ് സുഹറയും കൂട്ടുകാരും ദൗത്യം പൂർത്തിയാക്കിയത്. 3 ഇന്ത്യക്കാരടക്കം സംഘത്തിലെ 274 പേർ ലക്ഷ്യം കണ്ടു. ഏകദേശം 40 ലക്ഷത്തോളം രൂപ എവറസ്റ്റ് പര്യവേഷണത്തിനായി ചെലവായിട്ടുണ്ട്. സ്കൂൾ വിദ്യാർത്ഥികളായ എമിർ, എഹാബി എന്നിവർ മക്കളാണ്. മഞ്ചേരി വല്യാട്ടുപറമ്പ് തുഷാരയിൽ റിട്ടയർഡ് PWD എഞ്ചിനീയർ അബ്ദുൽ ജലീലിന്റെയും റിട്ടയർഡ് നഴ്സിംഗ് ഓഫീസർ ആയിഷാബിയുടെയും മകളാണ് സുഹറ. ഈ ചാനൽ ന്യൂസ് മലപ്പുറം. വളാഞ്ചേരിക്കാർക്ക് ഇനി കയ്യിൽ പണമില്ലെങ്കിൽ ഷോപ്പിംഗ് ആഘോഷമാക്കാം. ബേയ്മെന്റ് അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചറിൽ ഓഫറുകളുടെ പെരുമഴ. മാത്രമല്ല ഏപ്രിൽ മാസത്തിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് വീക്കിലി ലക്കി ഡ്രോ. ഒരാഴ്ചയും നിങ്ങളെ കാത്തിരിക്കുന്ന ആകർഷകമായ സമ്മാനങ്ങൾ. AC, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഫർണിച്ചറുകൾ. എന്ത് വാങ്ങിയാലും പലിശയുടെ പേടി വേണ്ട. എല്ലാ ഉൽപ്പന്നങ്ങളും 0% പലിശയിൽ EMI സൗകര്യം. പലിശയില്ലാതെ പർച്ചേസ് ചെയ്യാം, സമ്മാനങ്ങളും നേടാം. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ ബേയ്മെന്റുമായി കോൺടാക്ട് ചെയ്യൂ. Bayman, making it easy. Valanjeri, phone 9526 001 003.